സാറേ, അഭിമന്യു മഹാരാജാസ് കോളേജിലെ SFIയുടെ നേതാവായിരുന്നു. ആ വിദ്യാർത്ഥിയെ കൊന്നത് PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ട് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ ചില ആളുകളായിരുന്നു. ഈ അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഇപ്പോൾ 6 വർഷമായി. അമ്മ ഭൂപതി ഇപ്പോൾ ഈ വിചാരണ കോടതി നടപടികൾ ആരംഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയെ വരെ സമീപിക്കുകയാണ്. അപ്പോൾ ബന്ധുക്കൾക്കടക്കം ഇപ്പോഴും അതൃപ്തിയുണ്ട്. CPMനുള്ളിലുള്ള ചില ആളുകളുടെ ഒരു താല്പര്യം കൊണ്ടാണോ ഈ കേസ് കൃത്യമായ വിചാരണയുമായി മുന്നോട്ട് പോകാത്തതെന്നൊരു സംശയം പലർക്കുമുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്താ? ഇത് 2018 ജൂലൈ 2-ാം തീയതിയാണ് അഭിമന്യു കൊല്ലപ്പെട്ടത്. അഭിമന്യുവിനോടൊപ്പം അർജുൻ എന്നൊരു വിദ്യാർത്ഥി അന്ന് ആക്രമണ വിധേയനായിരുന്നു, കുത്തേറ്റിരുന്നു. ഇവരെ രണ്ടുപേരെയും പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തിയിട്ട് വേറെ ഓരോ ആളുകളാണ് കുത്തിയതെന്ന് അന്ന് പോലീസ് കണ്ടെത്തുകയും അത് FIRൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രതികളൊക്കെ ഒളിവിൽ പോയിട്ട് പിന്നീട് നടന്ന കേസ് അന്വേഷണത്തിൽ വേണ്ടത്ര ശുഷ്കാന്തി കണ്ടില്ല. മഹാരാജാസിലെ വിദ്യാർത്ഥികളുടെ ചുവരെഴുത്തിനെ ചൊല്ലിയായിരുന്നു ഇത്. വർഗീയത തുലയട്ടെ എന്ന് ഈ കൊല്ലപ്പെട്ട അഭിമന്യു അവിടെ ചുവരിൽ എഴുതി വെച്ചു. ഈ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം ഈ PFIയുടെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ടിന് എങ്ങനെ അലോസരമായി എന്നറിയില്ല. അപ്പോൾ അതിനെ വിശദീകരിക്കുന്ന തരത്തിൽ ഹിന്ദു വർഗീയത മാത്രമല്ല, ഇസ്ലാമിൻ്റെ വർഗീയതയും അപകടകാരിയാണ് എന്ന് ഈ അഭിമന്യു പരസ്യമായി പറയുകയും ചെയ്തു. അപ്പോൾ അതായിരുന്നു പ്രകോപനത്തിന് കാരണം. അപ്പോൾ ഗൂഢാലോചന നടത്തി, ക്യാമ്പസിന് വെളിയിൽ ഗൂഢാലോചന നടത്തി സംഘടിതമായി ഇയാളെയും അയാളുടെ സുഹൃത്തായ അർജുനെയും കൊലപ്പെടുത്തിയാണ്. അങ്ങനെയാണ് കുറ്റാരോപണം. അപ്പോൾ ഇവരിൽ ഈ കേസിൽ ഗൂഢാലോചനയിലും നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരോടക്കം 30 പ്രതികളുണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ അവരെല്ലാവരുടെയും പേരിൽ കുറ്റപത്രത്തിലില്ല. കുറ്റപത്രം വന്നപ്പോൾ 10-16 പ്രതികളേ ഉള്ളൂ. ഇതിലെ പ്രതികളെ ഒന്നും പിടിക്കുന്നതിൽ വേണ്ടത്ര ശുഷ്കാന്തിയൊന്നും പുലർത്തിയിരുന്നില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്നും. ആ കേസ് അന്വേഷണം തുടക്കം മുതൽ ഇതിന് അഭിമന്യുവിന് വേണ്ടി SFI രംഗത്ത് വന്ന് അവരുടെ ഒരു പ്രധാന പ്രവർത്തകനെ ഇങ്ങനെ ശത്രുക്കൾ ആക്രമിച്ചു, വർഗീയ പാർട്ടി ഗ്രൂപ്പ് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വമ്പിച്ച പിരിവ് നടത്തി. കേരളത്തിലെ ക്യാമ്പസിനും ഉള്ളിലും വെളിയിലും കോടിക്കണക്കിന് രൂപ പിരിച്ചു. അതിൽ കുറേ തുക ഉപയോഗിച്ച് അഭിമന്യുവിന് വീട് വെച്ചു കൊടുത്തു. അയാളുടെ കുടുംബസഹായ ഫണ്ടൊക്കെ ഉണ്ടാക്കി. അഭിമന്യുവിൻ്റെ സഹോദരിയുടെ വിവാഹം നടത്തി. അതിൽ മഹാരാജാസിലെ SFI വിദ്യാർത്ഥികളൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. അഭിമന്യുവിനോടും കൊല്ലപ്പെട്ട അഭിമന്യുവിനോടും കുടുംബത്തോടും മാതാപിതാക്കളോടും ഒക്കെ അവർ ഐക്യദാർഢ്യവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചുവെങ്കിലും ഈ കേസ് അന്വേഷണത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വലിയൊരു താല്പര്യം തുടക്കം മുതലേ കണ്ടില്ല. ഈ അഭിമന്യു ഒരു ദളിത് കുടുംബത്തിലെ അംഗമായിരുന്നു. ഇടുക്കി ജില്ലയിലെ തമിഴ് സംസാരിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് പഠിക്കാൻ വന്നയാളായിരുന്നു. എറണാകുളത്ത് വന്ന് പുറത്ത് ജോലിയൊക്കെ ചെയ്തായിരുന്നു അയാൾ വിദ്യാഭ്യാസം നടത്തിയത്. അയാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തവണ MLA ആയിരുന്നിട്ടുള്ള ബ്രിസ്റ്റോ തൻ്റെ ഒരു ശിഷ്യനെ പോലെ സംരക്ഷിച്ചിരുന്നു. ഇയാൾ കൊല്ലപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വേദന പ്രകടിപ്പിച്ച ഒരാളാണ് ബ്രിസ്റ്റോ. അപ്പോൾ ബ്രിസ്റ്റോയ്ക്ക് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു അഭിമന്യു. 2-ാം വർഷ കെമിസ്ട്രി ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. അർജുൻ ഫിലോസഫി ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ഇയാളുടെ സുഹൃത്ത്. രണ്ടുപേരും SFIയുടെ പ്രവർത്തകരുമായിരുന്നു. ഇപ്പോൾ ഇവർ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു ബലിയാടാണ്. പക്ഷേ എന്തുകൊണ്ട് PFIയുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിലെ പ്രവർത്തകർ, അതിൻ്റെ നേതാക്കൾ ഒക്കെ കോൺസ്പയർ ചെയ്ത് ഒരാളെ, ഒരു സഖാവിനെ കൊന്നിട്ട് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ
ആ കേസ് അന്വേഷണത്തിൽ ഒരു താല്പര്യവും കാണിക്കാതിരുന്നത്. സാർ, അന്ന് ആ കൊലപാതകം നടന്ന ശേഷം കേരളത്തിൽ അതൊരു വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു. അപ്പോൾ SFIയുടെ ഒരു സംഘടിത ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലാതെ മഹാരാജാസിലെ തന്നെ ഒരു ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ തിരിച്ചടിക്കാം. എന്ന് വെച്ചാൽ കൊലപാതകത്തിന് പകരം കൊലപാതകം അല്ല, ഒരു പക്ഷേ അറ്റാക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമാണ്. പക്ഷേ ഈ കേസിൽ ആദ്യം തന്നെ ഈ 2 പ്രതികൾ, അതായത് ഒരാൾ പിടിച്ചു നിർത്തുകയും മറ്റൊരാൾ കുത്തുകയും ചെയ്തു എന്നാണ് പിന്നീട് അർജുൻ ഉൾപ്പെടെയുള്ളവർ വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നേരിട്ട് അറിയാവുന്ന വിദ്യാർത്ഥികളാണല്ലോ, ഇവരെ ഇന്ന കേസിലാണെന്ന് പറയും. പിന്നീട് ഇവരെ കാണുന്നില്ല, ഇവർ ട്രെയിൻ കയറിപ്പോയി, പല കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താ, വർഗീയത തുലയട്ടെ എന്ന് പറയുമ്പോൾ ക്യാമ്പസ് ഫ്രണ്ട് ആ വർഗീയത തുലയട്ടെ എന്ന് ഒരു വിദ്യാർത്ഥി പറയാൻ പാടില്ല, SFIക്കാരൻ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് ക്യാമ്പസ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഈ SDPIയെയും പോപ്പുലർ ഫ്രണ്ടുമെയും പോലെയുള്ള പാർട്ടികളുടെ ഒരു വിധേയരായി കഴിയുകയായിരുന്നു CPM എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ CPM നേതൃത്വത്തിന് ഇപ്പോഴും ആർജവത്തോടെ തീരുമാനങ്ങൾ എടുക്കാം, ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, പക്ഷേ ഒന്നും കാണുന്നില്ല. സത്യത്തിൽ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്ന അർജുനും കുടുംബത്തിനും വേണ്ടി മാത്രമാണ് അല്ലേ? മാത്രമല്ല സാർ, അർജുൻ്റെ പേരിൽ അർജുൻ സ്റ്റഡി സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു കെട്ടിടമൊക്കെ നിർമ്മിച്ചിരുന്നു. എന്നിട്ട് അവിടെ വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ കൊച്ചിയിലേക്ക് വന്നാൽ സൗജന്യമായിട്ട് അവിടെ താമസിക്കാനുള്ള അവസരം നൽകണം. ഈ PSC പോലെയുള്ള കോച്ചിങ് സെൻറ്റർ അല്ലെ IAS പോലെയുള്ള കോച്ചിങ്, ഇതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ കെട്ടിടം എന്നൊക്കെയാണ് വിശ്വാസം. പക്ഷേ അതിനായിട്ട് താഴെ തട്ടിൽ നിന്ന് അടക്കം പൈസ പിരിച്ചെങ്കിലും ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നില മറ്റൊരു സ്ഥാപനത്തിന് വാടകയ്ക്ക് കൊടുക്കുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചത് ഒരു വിവാദം കയറി. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ അർജുന് ഒരു എന്താ പറയുക, നീതി കിട്ടാൻ വേണ്ടി SFIയോ CPMോ ഒന്നും ശ്രമിക്കുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഒരു കുറ്റവും പറയാൻ പറ്റില്ല. കാരണം അത് മാത്രമല്ല, അഭിമന്യു ഒരു രക്തസാക്ഷി ആയ അഭിമന്യു, ജീവിച്ചിരുന്ന അഭിമന്യുവിനേക്കാൾ പാർട്ടിക്ക് ആവശ്യമുള്ള ഒരു ഘടകമായി തീർന്നു. പിന്നീട് നടന്ന ക്യാമ്പസ് ഇലക്ഷനിൽ അഭിമന്യുവിൻ്റെ ശവപ്പെട്ടിയിൽ വീണ വോട്ടായിരുന്നു SFIയുടെ ശക്തി. എല്ലാ ക്യാമ്പസിലും അഭിമന്യു എന്ന രക്തസാക്ഷിയിലൂടെ വലിയ ഒരു സ്വാധീനം പ്രായണ ജീർണമായിക്കൊണ്ടിരുന്ന ആ സംഘടനയ്ക്ക് തിരിച്ചു അത് ക്യാമ്പസ് രാഷ്ട്രീയത്തോട് വിദ്യാർത്ഥികൾ അകന്നു നിൽക്കുന്നു. SFIയെ വേണ്ടാന്ന് പോകുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ പിന്നീടുള്ള സംഭവവും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇത് SFI ആഗ്രഹിച്ച ഒരു കൊലപാതകമായിരുന്നു എന്നുപോലും സംശയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് PFIയെ ആയുധമാക്കിയതായിരുന്നു. പിൽക്കാലത്ത് പാർട്ടിയും ഈ നിരോധിതമായ PFIയും അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം, അതിൻ്റെ ഫോളോവേഴ്സും SDPI പോലെയുള്ള സംഘടനയും ഒക്കെ ആയിട്ടുള്ള ഈ LDFിൻ്റെ ബന്ധം, തെരഞ്ഞെടുപ്പ് കാലത്തെയൊക്കെ ബന്ധമൊക്കെ ആലോചിക്കുമ്പോൾ ഈ കേസ് തളർന്നു കിടന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനാവില്ല. മാത്രമല്ല, പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിലെ ഒരു പ്രതി ഈ അഭിമന്യു കൊലപാതകത്തിലും പ്രതിയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, നേരിട്ട് അഭിമന്യുവിനെ കുത്തിയ പ്രതി ബാംഗ്ലൂരിൽ ഒളിച്ചിരുന്നു. പിന്നെ ഒരു പ്രതി കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം കോടതിയിൽ കീഴടങ്ങിയത് ഏതാനും വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ തരത്തിലാണ്. അപ്പോൾ പോലീസ് വേണ്ടത്ര ജാഗ്രതയോടെ ഈ കേസ് അന്വേഷിക്കാൻ കഴിയാത്ത തരത്തിൽ ഏതോ സ്വാധീനത്തിന് വിധേയമായിരുന്നു. അത് തുടക്കം മുതൽ കണ്ടിരുന്നു. മാത്രമല്ല, ഒരു മെലിഞ്ഞ കറുത്ത യുവാവിനെ, 20 വയസ്സായിരുന്നു അഭിമന്യു കൊല്ലപ്പെടുമ്പോൾ, ശക്തിയായി ഒരു കത്തിക്ക് ഇരയാകാൻ പറ്റിയ ഒരു പ്രതീകത്തെ കണ്ടെത്തി വകവരുത്തുന്ന പോലെയാണ് തോന്നിയത്. അപ്പോൾ ഈ രക്തസാക്ഷികൾ ആരായിരിക്കണം, അതെങ്ങനെയുള്ള ജീവിത പശ്ചാത്തലത്തിലുള്ളവനായിരിക്കണം, ഏത് സാമൂഹിക പശ്ചാത്തലത്തിൽപ്പെട്ടവനായിരിക്കണം എന്നൊക്കെ ഈ രക്തസാക്ഷികളെ നിർമ്മിക്കുന്ന കല വശമാക്കിയവർ നിരീക്ഷിച്ചും പരീക്ഷിച്ചും ബോധ്യപ്പെടുത്തി ഒരു സ്പെസിമെനെ കണ്ടെത്തി കൊല ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതിൽ പിന്നെ ഇടതുപക്ഷത്തിലുള്ള ചിലർക്കും പങ്കുണ്ടോ എന്ന് പോലും സംശയിക്കാവുന്ന, ഇല്ലെങ്കിൽ സംശയത്തിൻ്റെ കുന്തമുന അവരിലേക്ക് നീളാവുന്ന തരത്തിലായിരുന്നു ഈ സംഭവം പോയത്. ഏതായാലും അഭിമന്യുവിനെ നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നഷ്ടം അവൻ്റെ വീട്ടുകാർക്ക്. ഇപ്പോഴും ആ കേസിൽ വിചാരണ നടത്താനും കുറ്റവാളികളെ യഥാർത്ഥത്തിൽ ശിക്ഷിക്കാനും ഒന്നും ഗവൺമെൻറ്റിന് വലിയ താല്പര്യം കാണുന്നില്ല. പോലീസ് കൊണ്ടുവന്ന FIRൽ കുറ്റവാളികളുടെ മുഴുവൻ പേര് നിരത്തിയിട്ടുണ്ട്. നമ്മളത് പേര് വായിക്കുമ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. അത് നിരോധിത സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നവരും ഈ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരും ഒക്കെയാണ്. നോക്കുക, ക്യാമ്പസ് ഫ്രണ്ട് കോളേജ് യൂണിയൻ പ്രസിഡൻറ്റ് JI മുഹമ്മദ് പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്. കുറ്റപത്രത്തിൽ പറയുന്ന പ്രതികൾ: ആരിഫ് ബിൻ സലിം, ക്യാമ്പസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡൻറ്റ്, എറണാകുളം ജില്ലാ പ്രസിഡൻറ്റ്; മുഹമ്മദ് റിഫ, ജഫ്രി,
ഫസലുദ്ദീൻ, അനസ്, രാജീബ്, അബ്ദുർ റഷീദ്, സനീഷ്, ആദിൽ ബിൻ സലിം, ബിലാൽ, റിയാസ്, ഹുസൈൻ, സനീഷ്, ഷാരൂഖ് അമാനി, അബ്ദുൽ നാസർ, അനൂപ് എന്നിവരുൾപ്പെട്ടിട്ടുണ്ട് പ്രതിപ്പട്ടികയിൽ. കൊലപാതകത്തിന് ശേഷം 20ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന പ്രതി സഫൽ ഹംസ 2 വർഷത്തിലേറെ ഒളിവിൽ പോയി. കർണാടകയിലെ ഒളിത്താവളത്തിൽ താമസിച്ചിരുന്ന സഹൽ 2020 ജൂൺ 18 കീഴടങ്ങുകയായിരുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പ്രതി. കീഴടങ്ങിയില്ലെങ്കിൽ പോലീസ് പിടിക്കത്തില്ല. ഈ തരത്തിൽ വളരെ ഒരു ഉദാസീനമായാണ് ഈ കേസിൻ്റെ ഗതി. അതുകൊണ്ടാണ് ഇതുവരെ അതിന് ഒരു വിചാരണ നടക്കാൻ പറ്റാത്ത തരത്തിൽ ഈ കേസ് തളർന്നു കിടക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ ഒരു പക്ഷേ അഭിമന്യു ആയിരിക്കാം അല്ലേ? അവൻ പഠിച്ചു മിടുക്കനായി വരികയും ആ കുടുംബത്തെ രക്ഷിക്കുകയും ഒരു തമിഴ് തോട്ടം തൊഴിലാളി മേഖലയിൽപ്പെട്ട ഫാമിലിയിലാണെന്ന് തോന്നുന്നത്. സ്വന്തമായിട്ട് വീട് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ അമ്മ ഭൂപതി പറയുകയാണ് ഇവൻ്റെ വിചാരണ കോടതിയിലെ നടപടികളൊക്കെ ഇഴഞ്ഞു നീങ്ങുന്നു, അതുകൊണ്ട് ഹൈക്കോടതി ഇടപെടണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഹൈക്കോടതി ഇപ്പം വിചാരണ കോടതിയെ വിമർശിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ നടപടികൾ മുന്നോട്ട് പോകാത്തത്? സാധാരണ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഒരു പ്രഷർ വേണം. ഇവിടെ ഈ വിദ്യാർത്ഥി സംഘടനയുടെ മുതിർന്ന ആൾക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. അവർ വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടോ ഈ കേസ് അന്വേഷണം കൃത്യമായി പോകുന്നില്ലെന്നോ അല്ലെങ്കിൽ വിചാരണ നടപടികൾ പതുക്കെ മതിയെന്നോ ആരൊക്കെയോ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ SDP പിന്തുണയ്ക്കുന്നത് ഇപ്പോഴും CPM ആണെന്നും വ്യക്തമാണ്. അത് ഭാവിയിലൊരു വോട്ട് ബാങ്കിനെ അവർ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ഇല്ലേ അവരെ വിരോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ തരത്തിൽ ഈ സംസ്ഥാനം ഭരിക്കുന്നവർക്ക് ഈ കേസ് ഊർജ്ജസ്വലമായി കൊണ്ടുപോകണമെന്നും ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന ഈ ചെറുപ്പക്കാരൻ്റെ വിയോഗത്തിൽ അവർക്കുണ്ടായ നഷ്ടം നികത്തണമെന്നൊന്നും അവർക്ക് താല്പര്യമില്ല. നീതിപൂർവമായ ഒരു അന്വേഷണമൊന്നും അന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ വിചാരണ കഴിഞ്ഞാൽ ഇതിൻ്റെ കുറ്റപത്രത്തിൻ്റെ സ്വഭാവം നമുക്ക് വ്യക്തമല്ലാത്തതുകൊണ്ട് എന്തായിരിക്കും ശിക്ഷ എന്നൊന്നും അറിയാൻ പറ്റില്ല. അതാണ് കാത്തിരിക്കേണ്ടി വരും അല്ലേ? ഏതായാലും വിചാരണ വേഗം പൂർത്തിയാക്കാനും കേസിൽ അന്തിമ തീർപ്പുണ്ടാക്കുവാനും ബന്ധുക്കൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.